ഹേ ഗൈസ്, നമ്മളൊരു പുതിയ വീഡിയോ വന്നു. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളെ കാർ കളക്ഷനാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന വണ്ടി വെച്ചാൽ നമ്മളെ ഫ്രീ കാറാണ്. ഞാൻ ജസ്റ്റ് ബോണറ്റൊക്കെ ഊരി ഇതിലിട്ടുകാണ്. അപ്പോൾ പിന്നുള്ളതൊരു വാനാണ്. വാന് ഞാൻ വെറുതെ ഒന്ന് വാങ്ങിയിട്ടാണ്. അപ്പോൾ ഗൈസ് അടുത്ത വണ്ടി താറാണ്. ഈ താറ സൈഡിൽ ഇങ്ങനെ വെറുതെ ഗ്രേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതാക്കിയാണ്. ഇത് ഫുള്ളി ലുക്കാക്കി എടുക്കണം ഗൈസ്, ചെയ്യണം. പിന്നെ മിനി കൂപ്പറാണ്. ഇതൊക്കെ പിന്നെ ഫ്രീ കാറായി കിട്ടും. നമ്മൾ വീഡിയോ ഉണ്ടാക്കി കിട്ടുന്ന വണ്ടിയാണ്. ഞാൻ വല്ലാതെ കാണിക്കുന്നു, ഞാൻ ഒന്നും ചെയ്തില്ല. പണ്ട് ഞാൻ കുറേ ഓടിച്ചിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോൾ എല്ലാം ഒരു വർക്കും ചെയ്തില്ല. പിന്നെ അതായത് സീരു വണ്ടിയാണ്, ഈ റെഡ് ബുള്ളിൻ്റെ വണ്ടിയാണ്. വണ്ടി. പിന്നെ അടുത്ത് നമ്മളെ ഈ വണ്ടി സെയിലിനുണ്ട്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ അലോയ്. അപ്പോൾ ഞാൻ എടുത്താണ് ചെറിയ വിലക്ക്. അപ്പോൾ പിന്നെ ഈ ബെൻസ് കുറേ ഫ്രീ കാർസ് ഉണ്ട്, എല്ലാം കാണിക്കണില്ല. പിന്നെ ഹമ്മർ, ഇതൊക്കെ ഫ്രീ കാർസാണ്. പിന്നെ ഇത് അതേപോലത്തെ സെയിലിന് കണ്ടപ്പോൾ എടുത്താണ്. ഒരു ബിഗ്നർ സെയിൽ ഇട്ടു, അപ്പം ഞാൻ എടുത്താണ്. ബിഗ്നർ ആയതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്തവർക്ക്. പിന്നെ ഇത് കുറേ ഫ്രീ കാർസ് മറ്റേ ഇതൊക്കെ ഡെയിലി റിവാർഡ്സ് കിട്ടണം. ഇത് പിന്നെ ഐസിക്കൊരു ആൾ ഗിഫ്റ്റ് ചെയ്തതാണിത്. അപ്പോൾ ഞാൻ അവിടെ ഇട്ടിക്കാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രീ കാർസൊക്കെ ഉണ്ട്. ഇതൊന്നും ഉപയോഗിക്കില്ല ഗൈസ്. പിന്നുള്ളത് ഞാൻ മറ്റേ റിവാർഡ് കൂടി കിട്ടിയതാണ് എനിക്ക്. ഇതൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഗൈസ് പിന്നുള്ളത് നമ്മളെ ബെൻസാണ്. ബെൻസ് ഞാൻ ഒരു വർക്കും ചെയ്തില്ല, ഫുള്ള് ബ്ലാക്ക് ഇതിലിട്ടിട്ട് ഫുള്ള് താത്തി വെച്ചിരിക്കുകയാണ് ഗൈസ്. പിന്നുള്ളത് ഗൈസ് നമ്മളിത് എന്താ പറയുക, ഈ ലെക്സസിൻ്റെ വണ്ടിയാണ്. ഇത് ഞാൻ വർക്കൊന്നും ചെയ്തില്ല, പണ്ട് കുറേ ഓടിച്ചിട്ട് നിന്നു. അപ്പോൾ ഇത് പിന്നെ കുറച്ച് ഫ്രീ കാർസൊന്നും വർക്ക് ചെയ്യാത്ത വണ്ടിയാണ്, വെറുതെ വാങ്ങിയിട്ടാണ്. ഇത് പിന്നെ ലാൻസർ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തു ഗൈസ്. കുറേ വട്ടം വർക്ക് അങ്ങോട്ടും കൊണ്ട് ഞാൻ മാറ്റിയിരിക്കണേ. ഞാൻ പണ്ട് കുറേ ഓടിച്ചിടുന്നൊരു വണ്ടിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, ഇട്ടിക്കണ്. പിന്നെ ഇത് നമ്മളത് എന്താ സുബാറ പിന്നെ വലിയ വർക്കും ചെയ്യില്ല. പിന്നെ കുറച്ച് ഫ്രീ കാർസ്. പിന്നെ നമ്മൾ സിവിക്ക പണ്ട് കുറേ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ്. ഈ വണ്ടിയിൽ പണ്ട് ഞാൻ ഏറ്റവും ചെയ്തില്ല, നല്ല വർക്ക് എടുത്തൊരു വണ്ടി ഇതായിരുന്നു, ഒരു ബ്ലാക്ക് റെഡ് നീമിൽ. അപ്പോൾ ഇത് പിന്നെ പഴയ മസ്താങ്ക്, ഇത് വർക്കും ചെയ്തില്ല. പിന്നെ നമ്മൾ സൂപ്പർ എന്താ വെച്ചാൽ നമ്മൾ ഇത് ചെയ്തിരിക്കണേ, പോൾ വാക്കർ ചിത്രമാണ് മറ്റേ ബോണറ്റും ചെയ്തിരിക്കണേ. പിന്നെ അതിൽ വർക്കും ചെയ്തില്ല. സൈഡിൽ ഇനി പോൾ വാക്കർ അത് കൊടുക്കണം. പിന്നെ നമ്മൾ നമ്മളെ ഐഡൻറ്റിറ്റി വണ്ടിയാണ്. ഈ സിവിക്ക് പോക്കിമാൻ എഡിഷനിൽ നമ്മൾ ഈ അടുത്ത് റിവ്യൂവിങ്ങൊക്കെ ചെയ്തിരുന്നു, കാണാത്തവർ പോയി കാണാം. അപ്പോൾ ഇതും വലിയ വർക്കില്ല, ബാക്കിൽ പറോസോയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ മുമ്പിൽ എൽബി എന്ന പേര്. അപ്പോൾ അടുത്ത് പിന്നെ നമ്മളെ സ്വന്തം എന്താ പറയുക റാപ്റ്റർ സൈഡിൽ വാണിംഗ് എന്നൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് ബാക്കിൽ ഇങ്ങനെ ഇടിമിന്നലിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിങ്ങനെ. പിന്നെ നമ്മളെ പസാറ്റാണ്. വലിയ വർക്കില്ല, ഫുള്ള് ബ്ലാക്ക് ഒരു പ്രീമിയം ലുക്കിലിട്ടുകയാണ്. ഇത് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മളെ BMW ആണ്. ഇതും ഞാൻ ഉപയോഗിക്കില്ല, വെറുതെ വാങ്ങിയിട്ടാണ്. പിന്നെ നമ്മളെ സ്ലാംഡ് ബോയ് ആക്കാൻ വേണ്ടി വിചാരിച്ചാണ്, പക്ഷേ സ്ലാംഡ് ബോയ് പുതിയ എഡിഷൻ ഇറക്കിയപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടിട്ടാണ്. വർക്കൊന്നും ചെയ്തിട്ടില്ല, വർക്ക് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത് പിന്നെ വേറൊരു വണ്ടി, ഈ വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല. പഴയ വണ്ടി ഒന്നും എന്താ അറിയില്ല, സ്കൈലൈനോ വന്നിന്. ഞാൻ സ്കൈലൈനാണ് അടിച്ചിരിക്കണത്, അറിയില്ല ഗൈസ്, നിങ്ങൾ അറിയാൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ R34 ഉണ്ട്. R34 പിന്നെ ഫുള്ള് ജോൻ്റെ ഒക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇതാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു ഡ്രിഫ്റ്റിംഗ് കാർ, നല്ല ഡ്രിഫ്റ്റ് ആവും. പക്ഷേ വേറെ നിന്ന് വാങ്ങിയതാണ്, അത്യാവശ്യം വർക്കൊക്കെ ചെയ്തിന്, നല്ല ഡ്രിഫ്റ്റ് ആവും ഗൈസ്, അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രിഫ്റ്റ് ആവും. പിന്നെ ഇത് എനിമീൻ്റെ ചിത്രം ഒട്ടിച്ചൊരു വണ്ടി, മുമ്പിൽ ബോണറ്റുമ്മൽ എനിമീൻ്റെ ചിത്രമൊക്കെ ഒട്ടിച്ച് ഇതാക്കി വെച്ചിട്ടാണ്. സ്പോയിലർ നല്ല സെറ്റ് ആയിക്കണേ, എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ എടുത്തു. അവിടെ പിന്നെ നമ്മളെ ഇത് കുറച്ച് ഇതാണ്, ഇത് കുറച്ച് വർക്ക് ചെയ്യാത്ത വണ്ടിയാണ്. ഇതും അതേപോലെ തന്നെ വർക്ക് ചെയ്തില്ല, ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല, വെറുതെ വാങ്ങിയിട്ടേക്കാണ്. ഇത് പിന്നെ നമ്മൾ MVD കാറാക്കാൻ വേണ്ടി നടത്താണ്. MVD കാർ എന്തായാലും ഉറപ്പാക്കിയിട്ട് ഞാൻ ഇതാക്കും, വീഡിയോ ഇടും. അപ്പോൾ പിന്നെ ചാർജർ പിന്നെ സൈഡിൽ ഈ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഇതാക്കി ഇട്ടേക്കാണ്, ഫുള്ള് കിറ്റൊക്കെ കയറ്റി സെറ്റ് ലുക്കിലിട്ടേക്കാണ് ഗൈസ്. പിന്നുള്ളത് നമ്മൾ ഈ ബെൻസാണ്, വിൻറ്റേജ് മുകളിൽ പച്ച കളറാക്കി ഇട്ടേക്കാണ്. ഇത് പിന്നെ പഴയ ഗോൾഫ്, ഇതൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗൈസ്. എന്തായാലും ഇത് പിന്നെ നമ്മൾ പോളാണ്, പക്ഷേ ഇത് ശരിക്കും ഗോൾഫാണ്, പക്ഷെ നമുക്ക് ഇത് പോളാണ് ഗൈസ്. എന്തായാലും അലാമാഡറിൻ്റെ ഇതിലാക്കി ഇട്ടേക്കാണ്. എന്തായാലും അലാമാഡർ അവിടെ പക്കായില്ലെങ്കിൽ ഏകദേശം അയക്കണേ ഗൈസ്, കുറച്ചവിടെ അയക്കണ്. റിയൽ മാഡ്രിഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കണ വണ്ടിയിൽ. ഇത് പിന്നെ ഈ സ്മോക്ക് ഉള്ളതുകൊണ്ട് വാങ്ങിയിട്ട വണ്ടിയാണ്, ACBM.
ഒരാളിൽ നിന്ന് വാങ്ങിയതാണ്. സ്മോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. സ്മോക്കുള്ള വണ്ടി എൻ്റെ അടുത്ത് കുറവാണ്, അപ്പോൾ സ്മോക്ക് കണ്ടപ്പെടുത്താണ്. അപ്പോൾ ഇത് പിന്നെ നമ്മൾ X7 പിന്നെ ഫുള്ളൊരു പ്രീമിയം ബ്ലാക്ക് ലുക്കിലിട്ടാണ്. ഇത് പിന്നെ എടുത്ത് ഡെലിവറി എടുത്തിരുന്നു. ആ വണ്ടി വീഡിയോ ഒക്കെ കാണാത്തൊക്കെ പോയി കാണാം. ഇത് സെറ്റുണ്ട് ഗൈസ്. പിന്നുള്ളത് ഗൈസ് നമ്മൾ ഡോഡ്ജ് ഡുറാങ്കോ ഞാൻ പിന്നെ ഫുള്ള് ഫ്രീ ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ഇതാക്കിയിട്ടേക്കാണ്. എല്ലാവരും ഇത് തൊപ്പിൻ്റെ വണ്ടിയാക്കുക, അപ്പോൾ ഞാൻ വെറുതെ ഇതിൻ്റെ വണ്ടി ആക്കിയതാണ്. അപ്പോൾ ഇതൊരു ഗ്ലിച്ച് കാർ. ഇത് ഞാൻ വെറുതെ ആളെ നിന്ന് കണ്ടപ്പെടുത്താണ്, വെറുതെ ഒരു രസത്തിന് എടുത്താണ്. ഇതൊന്നും വലിയ ഇഷ്ടമില്ല ഗൈസ്, വേറെ വർക്കൊന്നും വലിയ ഇഷ്ടമില്ല. ഫ്രണ്ടിലത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്താണ്. സൈഡൊക്കെ കഴിഞ്ഞ് മാറ്റണം ഗൈസ്. അപ്പോൾ പിന്നുള്ളത് നമ്മളത് ഓടി ഞാൻ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഓടി ഒരു പച്ച കളറാക്കി വെറുതെ ഇതാക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കില്ല. പണ്ട് ഞാൻ കുറേ ഉപയോഗിച്ചിരുന്നു ഗൈസ്. പിന്നുള്ളത് ഗൈസ് നമ്മൾ രണ്ടാമത്തെ ഐഡൻറ്റി കാറ് ബാറോസിറ്റി ഈ അടുത്ത് നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റോറി കിട്ടിയിരുന്നു. ഇതാണ് നമ്മളെ വേറെ ഐഡൻറ്റിറ്റി കാറ്. ഇത് പിന്നെ പോർഷെ വർക്കൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. പിന്നുള്ളത് ഗൈസ് നമ്മളെ വെൽഫെയറിൻ്റെ സൈഡിൽ ഗൈസ് ഞാൻ ബാറോസിറ്റി എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എഴുതും. ഒരു ഐഡൻറ്റിറ്റി വാന് പോലെ ആക്കാനാണ് വിചാരിക്കണം. അപ്പോൾ പിന്നുള്ളത് നമ്മളെ ഇതാണ് എന്താ പറയുക, റേഞ്ച് റോവർ ഈ അടുത്ത അപ്ഡേറ്റിൽ വന്ന വണ്ടി. സെറ്റ് വണ്ടി ഗൈസ്, നല്ല അടിപൊളി. ഇത് ഫസ്റ്റ് വേറെ അതിൻ്റെ കളറായിരുന്നു, പക്ഷേ പോയി ഗൈസ്. ഞാൻ പിന്നെ വേറെ എടുത്തു. പിന്നെ ഗൈസ് നമ്മളെ പിങ്ക് പാന്തറാണ്. പിങ്ക് പാന്തർ എന്താ വെച്ചാൽ ഞാൻ ഇപ്പുറത്തെ സൈഡിലും കോപ്പി ചെയ്തിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ വേറെ ഡിവൈസിലാണ് ഇതാക്കണത്, ഇതിൻ്റെ ഡിവൈസിലല്ല. അപ്പോൾ അതിൽ ഇതിക്ക് വന്നിട്ടില്ല, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടില്ല ഗൈസ്. ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കണം ഗൈസ്. പിങ്ക് പാന്തർ സെറ്റ് വണ്ടിയാണ് ഗൈസ്. കഷ്ടപ്പെട്ട് കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്തൊരു വണ്ടിയാണ്. എല്ലാവരും മറ്റേ എസ് ക്ലാസ് മേക്കല്, ഞാൻ വെറുതെ ഇതിലൊരു പോർഷൻ ആക്കി. പിന്നെ ഗൈസ് മസ്താങ്ങിന് അലോയ് സീനല്ലേ ഗൈസ്. ഞാൻ അലോയ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വെറുതെ ഇട്ടാണ്. ഇതൊരു മസിൽക്കാർ പോയ ഇടക്കിടക്ക് ഉപയോഗിക്കും, പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇടും. അപ്പോൾ ഉപയോഗിക്കൊന്നും ഇത് ഉപയോഗിക്കൽ കുറവാണ് ഗൈസ്, അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ നമ്മളെ മലബാറി പിന്നെ സെറ്റാക്കി ഇട്ടിക്കണ്, സെറ്റ് വണ്ടിയായിട്ട് ഇട്ടിക്കണ്. ഇതിൻ്റെ ഞാൻ പണ്ട് നല്ലൊരു കോയിൻസിനോ കിറ്റിയേറ്റ വണ്ടി അതിരുന്നു. പിന്നെ ഈ നമ്മളെ ലാൻഡ് ക്രൂസർ ഉണ്ട്, സെറ്റ് വണ്ടി. ലാൻഡ് ക്രൂസർ സെറ്റായിട്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ കുറേ ഓടിച്ചിടുന്നു ഈ വണ്ടി. പിന്നെ നമ്മളെ ബെൻസിൻ്റെ ഒരു മോഡൽ കൃത്യമായിട്ടുണ്ട് അറിയില്ല. ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി. പണ്ട് എൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് വണ്ടി എന്നത് വണ്ട്. പിന്നെ ഗൈസ് BM ഉണ്ട്. ഇത് BM ഏതാണ് എന്നൊക്കെ ഒരു സംശയമുണ്ട്, ഏതാ മോഡലൊക്കെ അറിയില്ല. ഇതാ മറ്റേ തൊപ്പിൻ്റെ BM ആണ്. പിന്നെ നമ്മളെന്താ പറയുക, ഒരു ഡൂഡിൽ ചെയ്ത വണ്ടി ഉണ്ട്, ഒരു പോർഷെ 911 RWD. അപ്പോൾ നമ്മളെന്തായാലും എന്താ പറയുക, ഈ ഒരു വണ്ടി സെറ്റാണ്, ഒരു ഡൂഡിൽ വർക്ക് പോലെ ചെയ്തിട്ടാണ്. പിന്നുള്ളത് ഗൈസ് നമ്മളെ പോർഷെ 911. ഇതും ഇതേപോലെ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല, ഇത് വെറുതെ ഇട്ടിക്കാണ് ഗൈസ്. ഇത് കുറേ വർക്ക് ചെയ്യണം ഗൈസ്. പിന്നെ നമ്മളുള്ളത് i8 പിന്നെ സീനാണ് ഗൈസ്. ഞാൻ അധികം ഉപയോഗിക്കല് വേണമെങ്കിൽ ആർക്ക് തരാം, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഗൈസ്, അങ്ങനെ ആർക്ക് കൊടുക്കില്ല. പിന്നെ ഗൈസ് നമ്മളെ ട്രക്ക് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ ട്രക്ക് ഓടാൻ വേണ്ടി മാത്രം എടുത്തൊരു വണ്ടിയാണ്, ഇനി വർക്ക് ചെയ്യണം ഗൈസ്. പിന്നെ നമ്മളെ ഒരു ബസ്, ഇത് KSRTC ആക്കിക്കാണ്. തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കണ്. സൈഡിൽ MyG എന്നൊക്കെ എഴുതിക്കണ്. ബാക്ക് MyG ഓണം മാസം എന്നൊക്കെ പറഞ്ഞ് വെറുതെ എഴുതിക്കണ്. പിന്നെ ഏകദേശം ഒരു തുരുമ്പ് പിടിച്ച പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കണത്, അതേപോലെ ആരൊക്കെ അറിയില്ല ഗൈസ്. പിന്നുള്ളത് നമ്മളത് ബൂംസ്റ്ററിൻ്റെ ബസ്. ഈ ബൂംസ്റ്റർ ട്രാവലബിൾ കയറാൻ താല്പര്യമുള്ളവർക്ക് DM അയച്ചാൽ ഞാൻ കയറ്റിക്കോളാം ഗൈസ്. എന്തായാലും ഈ വണ്ടി സെറ്റാണ് ഗൈസ്. ഇതേപോലെ 3-4 എഡിഷൻ ഉണ്ട് ബൂംസ്റ്ററിന്. എന്തായാലും നമ്മൾ ഒക്കെ വേറെ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്, വേറെ ഫ്രണ്ട്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കാണിക്കുന്നുണ്ട്, ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇറക്കാം നമുക്ക്. പിന്നെ നമ്മളെ കാരവാൻ്റെ ഉള്ളിൽ കയറാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. സെറ്റ് വണ്ടി ഗൈസ്, അടിപൊളിയാണ്. ഇതിന് ഇന്റീരിയർ സീനാണ്, അത്ര ഇഷ്ടപ്പെട്ട വണ്ടി. ഞാൻ ഉപയോഗിക്കുന്നത് എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഗൈസ്. പിന്നുള്ളത് നമ്മളെ ട്രക്ക്, എന്താ പറയുക, ടോ ട്രക്കാണ്. ഇത് ബാറ്ററി ടീം ബൂംസ്റ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കണം വെറുതെ. അപ്പോൾ എന്തായാലും ഈ വണ്ടി സീനാണ് ഗൈസ്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി X6 BMW X6 പിന്നെ സീന പറയേണ്ട ആവശ്യമില്ല, സെറ്റ് വണ്ടിയാണ്. ഇത്ര ഓഫ് റോഡ് സെറ്റപ്പിൽ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓടി ഏതാ മോഡലൊക്കെ അറിയില്ല, ഈ മോഡൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ കിട്ടൂല. പിന്നുള്ളത് BMW ഒരു വണ്ടി, BMW ഈ മോഡൽ, ഇതിൻ്റെ മോഡലൊക്കെ അറിയില്ല ഗൈസ്.
ഇതൊക്കെ എപ്പം ഇങ്ങനെ നോക്കി ഉപയോഗിക്കലില്ല കിടക്കണ്ടേ. പിന്നെ നമ്മൾ M4 ഉണ്ട്. M4 ഞാൻ ഒരു പർപ്പിൾ കളർ ആക്കി വെച്ചിക്കണ്. ഗൈസ് മിക്കവാറും ഈ കളർ ഞാൻ ഒന്ന് മാറ്റിക്കും, എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും മാറ്റണം ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നുള്ളത് നമ്മൾ i7 നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടിട്ട് ഒരു പ്രീമിയം ഒരു മാസി ലുക്കിലിട്ടിക്കാണ്. ഉപയോഗിക്കലൊന്നുമില്ല, പണ്ടൊക്കെ ഞാൻ കുറേ ഉപയോഗിച്ച്, ഇപ്പം അങ്ങനെ അവിടെ ഉപയോഗിക്കലില്ല. ഇപ്പം ഞാൻ കൂടുതൽ വേറെ വണ്ടി എടുക്കലും. അപ്പോൾ ഗൈസ് പിന്നുള്ളത് നമ്മൾ ഈ വണ്ടി ഏത് മറ്റേ G90, പുതിയ M5 എന്ന് പറയും, പക്ഷേ G90 ആണ് മോഡലിൻ്റെ പേര്. അപ്പോൾ ഗൈസ് പിന്നുള്ളത് ഇതാ M5, നമ്മളെ സ്വന്തം ഐഡൻറ്റിറ്റി വണ്ടി. ഇതാണ് നമ്മളെ ഐഡൻറ്റിറ്റി വണ്ടി ഗൈസ്, M5 സെറ്റ് വണ്ടി ഗൈസ്. എന്താ പറയുക, കിറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് അതിൽ. പിന്നെ നമ്മളെ സ്വന്തം മറ്റേത് ബെൻസിൻ്റെ ഒരു വണ്ടി, ഒരു ബ്ലാക്ക് ലുക്കിൽ ഇട്ടിക്കണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വർക്ക് ചെയ്തൊരു വണ്ടി എന്ന് വെച്ചാൽ, പക്ഷെ ഇന്ന് പോയി. പിന്നെ നമ്മൾ ഡോഡ്ജ് ഉണ്ട്. ഡോഡ്ജ് എന്താ വെച്ചാൽ ഒരു KTM കാറില്ലേ മറ്റേ എന്താ അതേപോലെ ആക്കാൻ നോക്കി, പക്ഷേ ഏകദേശം അതേപോലെ അയക്കണേ, പക്ഷേ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എന്നാലും അയക്കണേ ഗൈസ്, ഏകദേശം അതേപോലെ അയക്കണം തോന്നുന്നു, നിങ്ങൾ പറയാം. അപ്പോൾ പിന്നെ നമ്മൾ ഡിഫൻഡർ ഡാർക്ക് ബ്ലൂ അടിച്ചത് അധികം ആരും അടിക്കില്ല, ഏറ്റവും കൂടുതൽ ബ്ലാക്ക് അടിക്കും. ദൂരത്ത് നിന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആയി തോന്നും, പക്ഷെ എടുത്തു നമ്മൾ അറിയുള്ളൂ. പിന്നെ നമ്മൾ ബ്രോങ്ക് ഒന്നും വർക്ക് ചെയ്തില്ല, ഇനി ഐഡൻറ്റിറ്റി പോലെ എന്തെങ്കിലും സെറ്റ് ആക്കണം ഗൈസ്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളൊരു ഇതാണ് LC ഞാൻ പിന്നെ പജൂറാക്കി വെച്ചിക്കാണ്. ഈ കളർ അധികം ആരും അടിക്കൂല, ഞാൻ ഇതിൻ്റെ ഐഡൻറ്റിറ്റി പോലെ ആക്കി വെച്ചിക്കാണ്. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് തന്നെയാണ്, ഓഫ് റോഡ് പോകാൻ സീനാണ്. പിന്നെ നമ്മൾ ഇതുണ്ട് ഐലക്സ് ഇങ്ങനെ ചാടി കളിക്കും ഗൈസ്, അതിന് ചെറിയൊരു പ്രശ്നമല്ല ഗൈസ്, ഞാൻ ഫുള്ള് സസ്പെൻഷൻ കയറ്റി വെച്ചിരിക്കണം, അതുകൊണ്ടാണ് സ്റ്റാർട്ടിനൊന്നും മനസ്സിലാകണ്ടോ ഗൈസ്, നല്ല ചാടും. ഓടിക്കുമ്പോൾ ചാടൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ ഇതാക്കില്ല, ഫുൾ വർക്ക് ചെയ്തിട്ട് ഇറക്കാൻ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ റാപ്റ്റർ ഉണ്ട് കോയിൻസിൻ്റെ സെറ്റ് ഉണ്ട് ഗൈസ്. പിന്നെ റാമുണ്ട്, ഡോഡ്ജ് റാമുണ്ട് സെറ്റ് ഉണ്ട് ഗൈസ്. എന്താ പറയുക, ഒരു ഗ്രേറ്റ് ടൈപ്പ് അടിച്ച് ഉപയോഗിക്കല്ല ഗൈസ് പ്രശ്നം. പിന്നെ നമ്മളൊരു സീരിയസിൽ അഭിനയിച്ചൊരു വണ്ടിയാണിത്. സീരിയസിൽ പോയി നമ്മൾ മറ്റേ കാണാത്തൊരു പോയി കാണാം, ഈ വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോ തന്നെയാണത്, കാണാത്തൊരു പോയി കണ്ടോക്കുക. ഞങ്ങൾ ഓഫ് റോഡൊക്കെ പോകുന്ന ഒരു ഇതാണ് സെറ്റപ്പാണ്, ഈ വണ്ടി സെറ്റാണ് ഗൈസ്. പിന്നെ ഗൈസ് ഈ ഇതാണ് ഉദ്ദേശിച്ച വണ്ടി നല്ല വർക്ക് ചെയ്ത വണ്ടിയായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ പോയി, അതാ പ്രശ്നം ഉണ്ടായത്. വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കായി ഗൈസ്, അതാ പ്രശ്നം ഇത്, ഇങ്ങനെ വർക്ക് ചെയ്യണം ഗൈസ്. പിന്നെ നമ്മൾ എസ് ക്ലാസ് ശരിക്കും കോഫീൻ്റെ ഒരു ഇതാണ്, ഗ്ലാസ്സുമ്പോൾ കോഫീന്നൊക്കെ എഴുതിയിരുന്നു, പക്ഷെ അറിയാതെ ഞാൻ ഫയൽ ഡിലീറ്റ് ആക്കിയപ്പോൾ ആ വണ്ടികളൊക്കെ പോയി. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയതാണ്, അപ്പോൾ ആ സ്റ്റിക്കർ അടിക്കാൻ നേരം കിട്ടിയില്ല ഗൈസ്. പിന്നുള്ളത് Audi R8 ആണ്. Audi R8 വെച്ചാൽ സെറ്റ് തന്നെയാണ്, ഞാൻ മറ്റേ മോൺസ്റ്ററിൻ്റെ അതൊക്കെ കൊടുത്തിക്കാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. വണ്ടി കേട്ടോ ഗൈസ്, ഞങ്ങൾക്ക് ഒരു ട്രേഡ് ചെയ്ത് കിട്ടിയാണ്, പക്ഷേ പാർക്കൊക്കെ ചെയ്ത് ഞാൻ കേട്ടോ, പക്ഷേ എനിക്കൊരു വണ്ടി ട്രേഡ് ചെയ്തപ്പോൾ കിട്ടിയ വണ്ടി സെറ്റ് തന്നെയാണ് ഗൈസ്. പിന്നെ ആസ്റ്റൻ മാർട്ടിൻ സീൻ കേട്ടോ ഗൈസ്, ഞാനൊരു കണ്ണ് കുത്തുന്ന കളറാക്കി വെച്ചിരിക്കുന്നത്, കളർ മാറ്റണം ഗൈസ്. പിന്നെ നമ്മൾ ഈ ബെൻസിൻ വണ്ടി ഇത് ഉപയോഗിക്കലൊന്നുമില്ല ഗൈസ്, അതാ പ്രശ്നം, ഞാൻ ഉപയോഗിക്കൽ വണ്ടികൾ കുറച്ചേ ഉപയോഗിക്കലുള്ളൂ, എപ്പോഴും മാറ്റി ഉപയോഗിക്കില്ല. പിന്നെ നമ്മൾ റോൾസ് റോയ്സ് സീനാണ് ഗൈസ്, നമ്മളൊരു പ്രീമിയം ലുക്കിൽ നമ്മൾ എങ്ങോട്ടേലൊക്കെ പോവാണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ പോകാണ്ടി ഉപയോഗിക്കാൻ ഈ വണ്ടി ഉപയോഗിക്കില്ല ഞാൻ. പിന്നെ ഉള്ളത് നമ്മളെ റോൾസ് റോയ്സ്, ഇത് പോലീസ് വണ്ടിയാണ് ഗൈസ്, എൻ്റെ ഒരു സെറ്റ് വണ്ടിയാണ്, ഇതൊരു പോലീസ് വണ്ടി പോലെ ആക്കണം ഗൈസ്, അതെൻ്റെ പ്ലാൻ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്താ പറയുക അടുത്ത വണ്ടി വെച്ചാൽ ഇത് എന്താ പറയുക മറ്റേ ഈ ബെൻലി സെറ്റുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ ബെൻസ് സീനുണ്ട് ഗൈസ്, ഈ വണ്ടി സീനാണ്, പക്ഷേ നല്ലൊരു സ്പോർട്സ് കാറൊക്കെ ഈ ഒരു കണ്ണപ്പി അലുവയാണ് മാറ്റണം ഗൈസ്, ലവിൻ്റെ ഇന്നൊക്കെ മാറ്റണം ഗൈസ്. എന്തായാലും അടുത്ത വണ്ടി കോമ്പസ് സീനാട്ടോ ഗൈസ്, സെറ്റാണ്. ഞാൻ കുറേ ഓഫ് റോഡൊക്കെ പോയിക്കണം, ഒരു ഓഫ് റോഡ് സെറ്റിൽ ബാക്കി ഇട്ടിക്കാണ്, സെറ്റ് വണ്ടി കേട്ടോ ഗൈസ്. എന്താ പറയുക മറ്റേ അടുത്ത വണ്ടി നമ്മളെ G-Wagon, ഇത് ഞാൻ MVD കാർ ഇതാക്കണോ ഒരു സംശയത്തിലാണ്, ഏതിലാണ് എനിക്കിപ്പോൾ പോലീസ് കാർ കിട്ടണം, അതിലാക്കണം എന്ന് എൻ്റെ പ്ലാൻ ഗൈസ്. എവിടെയെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ അടുത്ത വണ്ടി നമ്മളെ M8 സീനോട് ഗൈസ്, ഫ്രണ്ടിൽ ജോക്കർ ഓടിച്ച് വണ്ടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നല്ല ഡ്രിഫ്റ്റോ
കൺട്രോൾ കിട്ടും, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഡ്രിഫ്റ്റ് ആവും. അതിൽ ഈ ടയറിൻ്റെ പ്രശ്നം, ഈ ടയർ നിന്ന് മാറ്റണം. പിന്നെ നമ്മളെ ബഗ്ഗിയുണ്ട്, ബഗ്ഗി പിന്നെ സീനുണ്ട്. നമ്മൾ ഇടയ്ക്കും ചെറിയ ചെറിയ യാത്രക്കൊക്കെ ഇത് അടുക്കൽ സെറ്റ് വണ്ടിയുടെ സീനാണ്. പിന്നെ അടുത്ത വണ്ടി നമ്മളെ മെക്ലാറിൻ എന്ന് വെച്ചാൽ വണ്ടിയാണ്. ഞാൻ പണ്ട് ഒരു അബദ്ധത്ത് വാങ്ങിപ്പോയത്. ശരിക്കും ഇതിന് ഞാൻ കോയിൻസ് വണ്ടി വിചാരിച്ച് വാങ്ങിയത്, പക്ഷേ അത് കോയിൻസ് വണ്ടി ഇല്ലായിരുന്നു. പിന്നെ അടുത്ത മെക്ലാറിനെത്തി, പുതിയ മോഡൽ മെക്ലാറിൻ സ്പൈഡർ സീനുണ്ടോ. പിന്നെ ഒരു ഫെരാരി വെച്ചാൽ വണ്ടിയാണ്. ഇതിൻ്റെ ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ നമ്മളെ ഈ ബെൻസിൻ്റെ ഒരു സ്പോർട്സ് കാർ, പിന്നെ വലിയ നമ്മൾ ഉപയോഗിക്കലൊന്നും ഇല്ല. പിന്നെ നമ്മളെ ബുഗാട്ടി ഉണ്ട്, ബുഗാട്ടി സീനാണ്. ഇതിങ്ങനെ കടന്ന് ഡ്രിഫ്റ്റ് ആവണം, അറിയില്ല എന്താ കാരണം. അപ്പോൾ അടുത്ത വണ്ടി ഉണ്ട് നമ്മൾ കോയിൻസാക്കി സീനുണ്ട്. സെയിം വണ്ടിയാണ്, ഇത് സ്മോക്കൊക്കെ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അടുത്ത പിന്നെ ഈ വണ്ടി മെക്ലാറിനെ തോന്നണ അറിയില്ല. ഇത് പിന്നെ കുറച്ച് വണ്ടികൾ നിൽക്ക് വല്ലാതെ അറിയില്ല. പിന്നെ നമ്മളെ ജെസ്കോ ഉണ്ട്. ജെസ്കോ സീനൊക്കെ ഇഷ്ടപ്പെട്ട വണ്ടി, ഞാൻ കുറേ ഓടിച്ചിടുന്നു ഈ വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വണ്ടി എന്താ അറിയില്ല, എനിക്കൊരു പ്രത്യേകത ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു പഗാനി ആരും ഓടിക്കാത്ത കളറാക്കി ഇട്ടിക്കാണ്. പഗാനി ഞാൻ കുറേ ഓടിച്ചിക്കണ, കുറേ ആൾക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതാണിത്. പിന്നെ ഈ ഒരു വണ്ടി കൊണ്ടൊരു പേരൊക്കെ അറിയില്ല എന്തോ ഒരു വണ്ടിയാണ്, അതൊന്നും എനിക്ക് ഇഷ്ടമില്ല ഞാൻ ഉപയോഗിക്കുക തന്നെ ഇല്ല, അടുത്ത് വാങ്ങിയിട്ടാണ്. പിന്നെ നമ്മളത് എന്താ പറയുക F1 സീനാണ് പക്ഷേ F2 ആണ് സീൻ. F2 സീൻ വണ്ടിയാണ് അപ്പോൾ ഇത് പിന്നെ നമ്മളൊരു മസിൽ കാർ പോലത്തെ ഒരു സാധനം, ഇതിൻ്റെ ബാക്കാണ് ഡിക്കുമ്മ ഫാൻ കറങ്ങണം. ഒരു നല്ല പക്കാ ഡീറ്റെയിൽ ആക്കിയിട്ട് ഈ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പഴയൊരു മസ്താങ്ക് അല്ല, ഒരു പഴയൊരു മസിൽ കാർ തോന്നുന്നു. ഇത് പിന്നെ മറ്റേത് ഡെയിലി റിവാർഡ്സ് കൂടെ ഇട്ടാണ് ബ്ലാക്ക് ബെറി എന്നൊക്കെ പറഞ്ഞ ഇതിൻ്റെ ആലോചിച്ചില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത വണ്ടി വെച്ചാൽ ഈ ഒരു ബെൻസാണ്. ബെൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഡെയിലി റിവാർഡ്സ് കൂടെ കിട്ടണം. എന്തായാലും നമുക്ക് ഈ F1 കളറൊന്ന് ചേഞ്ച് ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഏകദേശം ഇതുവരെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 100 സബ്ബാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം നമുക്ക്.